നമുക്കിന്ന് ചക്കക്കുരു തേങ്ങ വറുത്തരച്ച് വെക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് മനസ്സിലാക്കുന്ന ആളുകൾ അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ചക്കക്കുരു തേങ്ങ വറുത്തരച്ച് എങ്ങനെ വെക്കാമെന്ന് നോക്കാം. വരൂ കൂട്ടുകാരെ. ആദ്യം നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. ചട്ടിയിൽ സവാള അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് അരിഞ്ഞത്, ജീരകം, ഉലുവ, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് മൊരിയിക്കാം. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായി മുരിഞ്ഞ് കിട്ടും വരെ ഇളക്കണം. ഞാനിപ്പം ചക്ക ഫ്രിഡ്ജിൽ പുഴുങ്ങി വെച്ചിരുന്നത് തൊണ്ട് കളഞ്ഞെടുത്തതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ചക്കയൊക്കെ എല്ലാം മഴയത്ത് എല്ലാവരുടെയും മൂത്തതൊക്കെ വീണ് പോയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് ഇതേപോലെ ഉപയോഗിക്കാം. ഞാനിങ്ങനെ ചക്കക്കുരു എടുത്ത് പുഴുങ്ങി വെക്കും. അപ്പോൾ പിന്നെ നമുക്കതെടുത്ത് തൊലി കളഞ്ഞ് ആവശ്യത്തിന് എടുത്താൽ മതി. ഫ്രിഡ്ജിലിരിക്കുമ്പോൾ അങ്ങനെ കേടാവില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ല വെയിലുള്ള സമയത്തെടുത്ത് ഉണക്കി വെക്കണം. എന്നാലും മഴ വരുമ്പോൾ അത് പൂത്ത് പോവും. ഈ പുഴുങ്ങി വെച്ചാൽ മാത്രമേ നമുക്കത് ധൈര്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. നന്നായി മുരിഞ്ഞ് വരട്ടെ. സവാള അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കും. ചെറിയ തീയായിരിക്കണേ. ഈ സമയത്ത് മുളക് പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മളെപ്പോഴും തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോകും. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്ത ചക്കക്കുരു ഇടാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതവിടെ അങ്ങനെ നേരിയ തീയിൽ അങ്ങനെ ഇരുന്നൊന്ന് ചൂടാവട്ടെ. അതിലെ വെള്ളവും ഉപ്പും ഒക്കെ എരിവും ഒക്കെ ചക്കക്കുരുവിൽ ഒന്ന് പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തരച്ച് എടുക്കാം. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ടുള്ള തേങ്ങ ചെരുവിതോ കുരുമുളക് ഇത് രണ്ടും കൂടി വറുത്തെടുക്കാം.
കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കണ്ടോ, തേങ്ങ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൊത്തുകൾ അടപ്പിൻ്റെ അതും നല്ലതാണ്, അങ്ങനെ കിടക്കുന്നതും മുരിഞ്ഞതും ആ ഒരു പാലുള്ളതും ആയിട്ടുള്ളത് ഒന്ന് വാടിയതുമായിട്ടുള്ളത് മിക്സ് ചെയ്ത് അടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിപ്പം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കത് ചൂടാറിയ ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. ചക്കക്കുരുവിൻ്റെ ആ താളിച്ചതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം നന്നായിട്ടൊന്ന് ഇളകാനായിട്ടാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സായി വരാൻ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരച്ചത് ഒഴിക്കാം. തേങ്ങ വറുത്ത് അരച്ചൊഴിച്ചിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഒഴിക്കാം. തേങ്ങ അടിച്ചത് വറുത്തരച്ചത് ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. നന്നായിട്ടത് തിളച്ച് ചക്കക്കുരുവായിട്ട് നന്നായിട്ട് ജോയിൻ്റ് ആവട്ടെ. ഈ സമയത്ത് വെള്ളമൊക്കെ കൂട്ടിയതുകൊണ്ട് ഉപ്പ് കുറവാണോ എന്ന് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടി ആ തേങ്ങ അടിച്ചതായിട്ട് ഒന്നും കൂടി ചേർത്ത് വേവാനായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. നന്നായി തിളക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ചക്കക്കുരു തേങ്ങ വറുത്തരച്ച് വെക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ വെക്കണേൽ കുറച്ച് ചാറുമൊക്കെ കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരോടും വീണ്ടും നന്ദി.